Hi friends, welcome to my channel Petals of Tina. ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷായ ബേൽപൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബേൽപൂരി. ഇത് സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമ്മൾ നോക്കാം. അതിനായി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ബേൽപൂരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊരി അഥവാ പഫ് റൈസ്, സേവ്, ചന്ന ദാൽ, ഫ്രൈഡ് പീനട്ട്, കൊറിയൻഡർ ലീഫ്, തക്കാളി, വലിയുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു മുറി നാരങ്ങ, പാപ്പഡ് ചാറ്റ്. ഞാനിവിടെ പുഴുങ്ങിയ സ്വീറ്റ് പൊട്ടറ്റോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ സാദാ പൊട്ടറ്റോ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സ്വീറ്റ് ചട്നി അല്ലെങ്കിൽ ഇംലി ചട്നി. ഇത് ഗ്രീൻ ചട്നി. ഇതിൽ അത്യാവശ്യമായിട്ടുള്ള ചാറ്റ് മസാല, ഉപ്പ്, ഇതെല്ലാമാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഒരു വലിയ പാത്രത്തിൽ പഫ് റൈസ് അല്ലെങ്കിൽ പൊരി ഇട്ട് കൊടുക്കാം. മാക്സിമം വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രമിക്കണം. നമുക്കിതെല്ലാം ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രൈഡ് കടല ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചന്ന ദാൽ, 3-4 ടേബിൾ സ്പൂൺ വലിയുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ തക്കാളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 3/4 സ്പൂണ് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. അവസാനം നോക്കിയിട്ട് ഇത്രയും കൂടി വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതും നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ ചട്നി അഥവാ പുദീന ചട്നി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ സ്വീറ്റ് ചട്നി ഇട്ട് കൊടുക്കാം. ഇതൊരു 4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വീറ്റിനനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഫ്രൈഡ് സേവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സറാണെങ്കിലും ഇട്ട് കൊടുത്താലും മതിയാവും. നമുക്ക് ഒരു 1/2 ലെമൺ പിഴിഞ്ഞൊഴിക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമ്മൾ പാപ്പഡ് ചാറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു 5-6 നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതും മിക്സ് ചെയ്യാം. അടുത്തതായി നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 4 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇവിടെ ചാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് സേവി ഇട്ട് കൊടുക്കാം. കുറച്ച് ചന്ന ദാൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കടല ഇട്ട് കൊടുക്കാം. കുറച്ച് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ കുറച്ച് സ്പ്രെഡായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് മല്ലിത്തല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ പാപ്പഡ് ചാറ്റ് കൂടി വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ബേൽപൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീട്ടിലുണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കമൻ്റാണ് എൻ്റെ ഇൻസ്പിറേഷൻ. സോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. Thank you so much for watching my video. Bye bye.